ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടി ഏതാണോ അവന്റെ മാർക്ക് അല്ലെങ്കിൽ അവന്റെ ധാരണ അവിടെ നിന്നായിരിക്കണം നമ്മുടെ ക്ലാസ് ആരംഭിക്കേണ്ടത്. അതായത് നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഇപ്പൊ മാത്സിൽ ഒരു പോർഷൻ ആണെന്ന് വിചാരിക്കും. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ ആ നമ്മളുടെ ക്ലാസ്സിലിരിക്കുന്ന ഏറ്റവും മാർക്ക് കുറഞ്ഞ ആ കുട്ടിക്ക് ആ പോളിനോമിയൽ കുറിച്ച് എന്തറിയാം, അവിടെ നിന്ന് തുടങ്ങണം നമ്മളുടെ ക്ലാസ്. അതല്ലാതെ നേരെ ചാപ്റ്ററിന്റെ ആദ്യത്തെ പേജ് തുടങ്ങി അങ്ങ് ഇക്വേഷൻസും അതുപോലെ തന്നെ പ്രോബ്ലംസും അങ്ങ് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും 1, 2, 3 ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമ്മളിലേക്ക് ഉണ്ടാക്കുക. ഇപ്പൊ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് മുന്നിലിരിക്കുന്ന കുട്ടിയോട് 2, 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവന് മുൻ കാര്യങ്ങളെ കുറിച്ച് വളരെ ധാരണയുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ 20 പേരോ 30 പേരോ 40 പേരോ ഒക്കെ ഇരിക്കുന്ന ക്ലാസ് ആണെങ്കിൽ അവിടെ നിന്നൊരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ ഒരു കുട്ടി നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, സ്ഥിരമായി പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നാണ് പറയാം. അതായത് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പീരീഡ് തന്നെ അവിടെ കൊടുക്കേണ്ടി വരും. പക്ഷേ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ 98% കുട്ടികളും നിങ്ങളുടെ കൂടെ ആ ചാപ്റ്ററിൽ യാത്ര ചെയ്യും. അതായത് ആ ചാപ്റ്ററിലേക്ക് എല്ലാ കുട്ടികളും എത്തും. നിങ്ങളുടെ കൂടെ ആ ചാപ്റ്ററിലേക്ക് എത്തുകയും നിങ്ങളുടെ ഒപ്പം തന്നെ ഓരോ പ്രോബ്ലംസ് മനസ്സിലാക്കുകയും എഴുതുകയും നിങ്ങളുടെ ഒപ്പം തന്നെ എക്സസൈസ് ചെയ്യാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ആ ചാപ്റ്റർ ആ കുട്ടികൾ തന്നെ പറയുമ്പോൾ ആ ടീച്ചറുടെ അടുത്ത് നന്നായി മനസ്സിലായി, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് എനിക്ക് നന്നായി മനസ്സിലായി എന്നൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ നന്നായി മനസ്സിലാകുന്നു എന്നുള്ളത് അവരുടെ അറിവിൻ്റെ ആ അറ്റത്ത് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. എവിടെയാണ് അവരുടെ അറിയുന്നത് നിൽക്കുന്നത്, നോൺ ഡീറ്റെയിൽസ് എവിടെയാണ്, അവിടെ നിന്ന് അൺനോൺ ഡീറ്റെയിൽസിലേക്ക് പതുക്കെ വരണം. അവിടെ നിന്ന് തുടങ്ങുന്ന ക്ലാസ് നമ്മളുടെ അധ്യാപനത്തിന് വലിയ ഗുണം ചെയ്യുകയും നമ്മളുടെ അധ്യാപനം വളരെ പെർഫെക്റ്റ് ആവുകയും കൂടുതൽ കുട്ടികൾക്ക് നന്നായി മനസ്സിലാവാനും. ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ മെജോറിറ്റി സ്റ്റുഡൻസ് നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുകയും നിങ്ങളുടെ ഒപ്പം ക്ലാസ്സുകളിലേക്ക് എത്തുകയും നിങ്ങളുടെ ഒപ്പം പാഠങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്തു പോവുകയും ചെയ്യും. അവർക്ക് വീട്ടിലേക്ക് നിങ്ങൾ കൊടുത്തുവിടുന്ന ഹോംവർക്ക്സ് കൃത്യമായി ചെയ്തു കൊണ്ടുവരാനും തനിയെ ചെയ്യാനും അവർക്ക് സാധിക്കും. ഇനി ഞാനിതിൽ പറഞ്ഞ 2% ഉള്ളൊരു കുട്ടികളുണ്ട്. അവർക്ക് നിങ്ങൾ സ്പെഷ്യൽ റെമഡിയൽ ടൈം തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അവരെ 1 to 1 തന്നെ ഇരുത്തി ഓരോ പ്രോബ്ലം ചെയ്യിപ്പിച്ച് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതിനും കീഴ്പ്പെട്ടായിരിക്കും അവരുടെ അറിവ് നിൽക്കുന്നുണ്ടായിരിക്കാം. അവിടെ നിന്ന് അവരെ പതുക്കെ മിനിമം സ്റ്റാൻഡേർഡിലേക്കും പതുക്കെ എത്തിച്ച് അവരെ ക്ലാസ്സിനൊപ്പം എത്തിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങൾ തുടങ്ങുകയും ചെയ്യണം.